പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ മാതാവിനെ പ്രത്യേകമായി ഓർക്കുന്ന ഈ ശനിയാഴ്ച ദിവസം പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ മാതാവിൻ്റെ സ്തുതിക്കായി നമുക്ക് ബലിയർപ്പിക്കാം, ഭക്തിയോടെ അർപ്പിക്കാം. നാളെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ കത്തോലിക്ക സഭ കൊണ്ടാടുകയാണ്. പരിശുദ്ധ ത്രിത്വത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് പരിശുദ്ധ മറിയം. ഈ ത്രിത്വത്തിൻ്റെ മുമ്പിലുള്ള പരിശുദ്ധ മറിയത്തിൻ്റെ സ്വാധീനം വളരെ വലുതാണ്. അതുകൊണ്ട് മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം സ്വർഗം നിഷേധിക്കാത്ത മാധ്യസ്ഥ്യമാണ്. അതുകൊണ്ട് മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം നമുക്ക് അപേക്ഷിക്കാം. മറിയത്തോട് ചേർന്ന്, മാതാവിനോട് ചേർന്ന് നമുക്ക് ഈ സുന്ദരമായ ഈ ബലിയർപ്പണം ഒരു അശ്രദ്ധ പോലുമില്ലാതെ മുഴുവൻ ഫലവും നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കത്തക്ക വിധത്തിൽ നമുക്ക് ഭക്തിയോടുകൂടെ പങ്കുചേരാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ദാസരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികളാൽ അങ്ങയെ പ്രീതിപ്പെടുത്താൻ പ്രാപ്തിയില്ലാത്ത ഞങ്ങളുടെ കർത്താവായ അങ്ങേ പുത്രന്റെ മാതാവിൻ്റെ മാധ്യസ്ഥ്യത്താൽ രക്ഷിക്കപ്പെടുമാറാകട്ടെ.
അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊറിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ജീവിക്കുന്നവൻ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്യുന്നതിനു വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. ഒരിക്കൽ ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വീക്ഷിച്ചിരുന്നെങ്കിലും ഇനിയൊരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചു കൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുക ആയിരുന്നു. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ്. ഞങ്ങൾക്ക് വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ. ഇതാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ദൈവവചനമാണ് നാം കേട്ടത്. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല. അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. ഭൂമിക്കുമേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഉള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കണമേ. കാരുണ്യപൂർവം അങ്ങയുടെ നിയമം എന്നെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, വ്യാജമായി ആണയിടരുത്. കർത്താവിനോട് ചെയ്ത ശബ്ദം നിറവേറ്റണമെന്ന് പൂർവികരോട് കൽപ്പിച്ചിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ.
എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആണയിടുകയേ അരുത്. സ്വർഗത്തെ കൊണ്ടും ആണയിടരുത്, അത് ദൈവത്തിൻ്റെ സിംഹാസനമാണ്. ഭൂമിയെ കൊണ്ടും അരുത്, അത് അവിടുത്തെ പാദപീഠമാണ്. ജെറുസലേമിനെ കൊണ്ടും അരുത്, അത് മഹാരാജാവിൻ്റെ നഗരമാണ്. നിന്റെ ശിരസിനെ കൊണ്ടും ആണയിടരുത്, അതിലെ ഒരു മുടിയിഴ വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് സാധിക്കുകയില്ല. നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ. ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. കർത്താവിൻ്റെ വചനം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ചിലപ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യാൻ നമ്മൾ തയ്യാറാവും. അത് നമ്മുടെ സ്നേഹമാണ് അവരോട്. നമ്മൾ പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യും, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യും. നമ്മൾ ചിലപ്പോൾ തോറ്റുകൊടുക്കും, കൂടുതൽ അധ്വാനിക്കും അവർക്ക് വേണ്ടിയിട്ട്. അവർക്ക് വേണ്ടി നമ്മൾ പട്ടിണി കിടന്നാലും അവരെ നമ്മൾ പട്ടിണി കിടത്തില്ല. ഇത് നമ്മുടെ ഒരു കുടുംബത്തോട്, നമ്മുടെ മക്കളോട് ഉള്ള നമ്മുടെ സ്നേഹമാണ്. ചിലപ്പോൾ വിഷമങ്ങൾ പോലും പറയില്ല, ഒന്നും അറിയിക്കാതെ അവരെ വളർത്തും. യഥാർത്ഥത്തിൽ ദൈവം നമ്മോട് ചെയ്തതും ഇതുതന്നെയാണ്. ദൈവത്തിൻ്റെ വിഷമം, നമ്മൾ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ദൈവത്തിന് വലിയ സങ്കടമായി. മനുഷ്യരെ രക്ഷിക്കണം, എന്നിട്ട് ദൈവം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തയ്യാറായി. നമുക്കൊരു പരിഹാരവും ചെയ്യാൻ സാധ്യമല്ല. നമുക്കൊരു പരിഹാരവും ചെയ്യാൻ സാധ്യമല്ലാതിരിക്കെ ദൈവം ചെയ്ത പരിഹാരമാണ് യേശുക്രിസ്തു. ഈശോയെ ഭൂമിയിലേക്ക് അയക്കുക. ഇത് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പട്ടിണി കിടന്ന കാര്യം മക്കൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റണമെന്നില്ല. അവരോടത് പറയാതെ വളർത്തിയത് കൊണ്ട് അവരത് മനസ്സിലാക്കിയിട്ടില്ല. പലപ്പോഴും ചില മാതാപിതാക്കൾ വിഷമങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ് മക്കളെ വളർത്തുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഗുണം മക്കൾക്കുണ്ടാവും. ഇപ്പോൾ ഈ ദൈവം ചെയ്ത കാര്യം പലപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല, അതിൻ്റെ വില നമുക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വളരെ നിസ്സാരമായിട്ടാണ് പല കാര്യങ്ങളും കണക്കാക്കുന്നത്. ഈശോയുടെ കുരിശ് മരണം, ഞായറാഴ്ച ആചരണം, കുംഭസാരം, ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് നമ്മൾ കണക്കാക്കുക. ഒരു വചനം നിങ്ങൾ പഠിക്കുന്നത് നല്ലതാണ്. 2 കൊറിന്തോസ് 5:21. 2 കൊറിന്തോസ് 5:21 അത് ഇപ്രകാരമാണ്. ഇന്നത്തെ 1-ാം വായനയുടെ അവസാനത്തെ വചനമാണ്. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവന് ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്. ദൈവത്തിൻ്റെ നീതി. ഒരു കുഞ്ഞ് ഇവിടെ ഇപ്പോൾ ദേവാലയത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് കുഞ്ഞ് ഉറക്കെ വാവിട്ട് കരയുക, ആർക്കും അതിനെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പം അതിൻ്റെ അമ്മ ഓടിച്ചെന്ന കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് മാറോടണയ്ക്കുമ്പോഴാണ് ആ കുഞ്ഞിനെ കരച്ചിൽ നിർത്തുക. ഇത് അമ്മ കുഞ്ഞിനോട് കാണിക്കുന്ന നീതിയാണ്. അതാണ് നീതി, അമ്മ കുഞ്ഞിനോട് കാണിക്കുന്ന നീതി. അപ്പം ദൈവം നമ്മോട് കാണിച്ച നീതിയാണ് ഈശോയുടെ കുരിശുമരണം. ദൈവം നമ്മോട് കാണിച്ച നീതിയാണ് ഈശോയുടെ കുരിശുമരണം. അതാണ് വചനം. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ഈ വചനം ഞാൻ 94 SSLC കഴിഞ്ഞ് സെമിനാരി ചേരുന്നത്. 95 ഇപ്പോൾ കാർമൽഗിരി സെമിനാരി പഠിപ്പിക്കുന്ന ജോഷി മയ്യാറ്റിലച്ചൻ ബൈബിൾ റിവൈസിംഗ് കമ്മിറ്റിയിൽ അച്ഛൻ അംഗമാണ്. അച്ഛൻ്റെ ഓർഡിനേഷൻ 95 അച്ഛൻ 1 വർഷത്തെ പാരിഷ് മിനിസ്ട്രിക്ക് ശേഷം എൻ്റെ സെമിനാരിയിലെ പ്രീഫെക്റ്റ് അച്ഛനായിട്ട് വന്നു. അച്ഛൻ നടത്തിയിരുന്ന ഒരു ക്ലാസ്സാണ് പ്രയർ ലൈഫ് എന്ന് പറഞ്ഞിട്ട്. അച്ഛൻ ബൈബിൾ വിചിന്തനങ്ങളൊക്കെ അച്ഛൻ ഇങ്ങനെ ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പോൾ എനിക്കൊരു ഓപ്ഷണൽ ക്ലാസ് ആയിരുന്നു. ഞാൻ 2nd ഇയർ പഠനമായി. അപ്പോൾ അച്ഛൻ നൽകുന്ന ക്ലാസ്സിൽ വേണമെങ്കിൽ പോയി പങ്കെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇങ്ങനെ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യമായിട്ടൊരു ബൈബിളിലൊരു സംശയം തോന്നിയൊരു വചനമാണ് ഇത് പാപമാക്കി അക്ഷരത്തെറ്റാണോ എന്ന് ഞാൻ പോയി ചോദിച്ചു.
എനിക്ക് തിയോളജി ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നല്ലോ അന്ന്. അപ്പം പാപമാക്കി. നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവൻ ആരാ? യേശു ക്രിസ്തു. പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. പാപമില്ലാത്തവനെ ദൈവം പാപമാക്കി. പാപം എന്താ? നശിപ്പിക്കപ്പെടേണ്ട ഒരു വസ്തുവാണ്. പാപി രക്ഷിക്കപ്പെടണം. ഞാൻ വന്നിരിക്കുന്ന പാപികളെ വിളിക്കാനാണ്. പാപി രക്ഷിക്കപ്പെടണം, പാപം നശിപ്പിക്കപ്പെടണം. അപ്പോൾ ഈശോ നശിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമായി പരിഗണിക്കപ്പെട്ടു. ഒന്ന് ഓർത്തോയിക്കേ, ഇതെന്തിനാ ചെയ്തത്? ദൈവം നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി. നമ്മുടെ അപ്പനും അമ്മയും പട്ടിണി കിടക്കുന്ന നമ്മളൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്ന് പറഞ്ഞ പോലെ ദൈവം ഈ ഒരു കാര്യം ചെയ്തു. ദൈവത്തിന് എന്ത് വേദനിച്ചിട്ടായിരിക്കും തൻ്റെ പ്രിയപുത്രനെ എല്ലാവരാലും നശിപ്പിക്കപ്പെടുന്നൊരു കാര്യമാക്കി മാറ്റി. അത് കുരിശുമരണമാണ്. ഇതാണ് ദൈവം നമ്മോട് കാണിച്ച നീതി. ഈ ദൈവനീതി ആണ് നമ്മുടെ മുന്നിലുള്ള നമ്മുടെ രക്ഷ. ഈ ദൈവനീതി ഇതാണ് നമ്മുടെ മുന്നിലുള്ള രക്ഷ. നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ഈ വചനം നിങ്ങൾ പഠിക്കണം. 2 കൊരിന്തോസ് 5:21. 2 കൊരിന്തോസ് 5:21. നാം എല്ലാവരും അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ഇതാണ് ദൈവം ചെയ്ത വലിയ കാര്യമാണിത്. ഇത് നിസ്സാര കാര്യമല്ല. അപ്പം ഇത് നമ്മൾ എങ്ങനെയാണ് സ്വന്തമാക്കുന്നത്? ഇത് വിശ്വാസം വഴിയാണ് നമ്മൾ സ്വന്തമാക്കുന്നത്. വിശ്വാസം വഴി. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 22-ാമത്തെ വാക്യം. ഈ ദൈവനീതി, ദൈവം കാണിച്ച നീതി എന്താ? ആ കുഞ്ഞ് കരയുമ്പോൾ അമ്മ പോയി എടുത്തതുപോലെ ദൈവം പാപികൾ കഷ്ടപ്പെടുന്നു. പരദീസയിൽ പാപം ചെയ്തിട്ട് ഒരു പരിഹാരത്തിന് വഴിയില്ല. മക്കൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാത്ത മക്കളെ രക്ഷിക്കാൻ വേണ്ടി ദൈവപിതാവ് കാണിച്ച നീതിയാണ് യേശുക്രിസ്തു. ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. അപ്പം വിശ്വാസം ഇത് നമ്മൾ വിശ്വസിക്കണം. ഞാൻ ഈശോയെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഉള്ളിൽ മനസ്സിലാക്കി അത് ഏറ്റുപറയണം. വിശ്വസിക്കുന്ന ആളുകൾ എന്താ ഞായറാഴ്ച പള്ളി പോകാത്തത്? പ്രിയ ദൈവവേദന, നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്താണ് നീ റെഗുലറായിട്ട് പള്ളി പോകാത്തത്? നിനക്ക് കുർബാന ആദ്യവസാനം പങ്കെടുക്കണമെന്ന് തോന്നാത്തത് എന്തുകൊണ്ടാണ്? ഇനി നീ കൂടെ കുമ്പസാരിക്കാത്തത് എന്താ? വർഷങ്ങൾ കുമ്പസാരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാ? ദൈവം നമുക്ക് നീതിയാക്കി പാപമാക്കി ദൈവം നമുക്ക് ഈശോയെ തന്നിട്ട് ഈശോയെ ആരാധിക്കാനും ഈശോയെ സ്വീകരിക്കുവാനുള്ള അവസരം ഞായറാഴ്ച ആചരണം, കുമ്പസാരം, കുർബാന സ്വീകരണം. ഇതിനപ്പുറം വേറൊന്നുമില്ല. അപ്പൊ യേശുക്രിസ്തുള്ള വിശ്വാസം ഇരിക്കെ നമ്മൾ ദുരാചാരങ്ങൾക്ക് പുറകെ പോയാലോ? അതായത് യേശുക്രിസ്തു ഇങ്ങനെ മരിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് യേശുവിൻ്റെ മുമ്പിലൂടെ നമ്മൾ പോയിട്ട് ചരട് കെട്ടുന്നു, നൂല് കെട്ടുന്നു, താഴ്ത്ത് പൂട്ടുന്നു. ഇതിനു വേണ്ടിയാണോ ഈശോ മരിച്ചത്? നമ്മൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി. അതാണ് വിശ്വാസം. കർത്താവിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ വേറെ വസ്തുക്കളിൽ വിശ്വാസം അർപ്പിക്കുമോ? ഇത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം. കർത്താവ് ദൈവപിതാവ് നമ്മളോട് കരുണ കാണിക്കാൻ വേണ്ടി ഈശോയെ വിട്ടു തന്ന ഈശോ കുരിശിൽ മരിച്ച് നമ്മൾ രക്ഷിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ അനുസ്മരണം നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ ഈശോ ഇങ്ങനെ നിൽക്കേ വഴിയിലൂടെ പോകുന്നവർ പറയുന്നത് നമുക്ക് വേദവാക്യമായാൽ ഈശോ സഹിക്കില്ല. അപ്പോൾ നമ്മൾ അളന്നു നോക്കണം. ഞാൻ വിശ്വാസിയാണ്. ഇനിയും ഇത് റോമാക്കാർക്ക് ലേഖനം 3-ാം അധ്യായം 24-ാം വാക്യം. വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. 24-ാമത്തെ വാക്യം റോമ 3:24. അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. സൗജന്യമായി കുർബാന സ്വീകരണത്തിന് കാശ് കൊടുക്കണോ? ഈശോയുടെ ശരീരം തിരുവോസ്തിയിൽ സ്വീകരിക്കുന്നതിന് പണമുണ്ടോ? കുമ്പസാരിക്കുന്നതിന് പണമുണ്ടോ? പണം വാങ്ങിച്ചിട്ടാണോ കുമ്പസാരിക്കുന്നത്? ഇത് സൗജന്യമായിട്ട് നൽകുന്നതല്ലേ? ഇവിടെ ദൈവം സൗജന്യമായിട്ട് രക്ഷ നൽകാൻ തയ്യാറാകുമ്പോൾ നമ്മൾ ദുരാചാരങ്ങൾക്ക് കാശ് കൊടുത്ത് ദുരാചാരങ്ങൾ ചെയ്യുന്നു. ഒന്ന് ഓർത്ത് നോക്കിയേ. ഇവിടെ ദൈവം വിശ്വാസം വഴി സൗജന്യമായി രക്ഷ നൽകുമ്പോൾ
നമുക്കത് വേണ്ട, നമുക്കത് വേണ്ട. കുമ്പസാരം സൗജന്യമായി, കുർബാന സ്വീകരണം, ഞായറാഴ്ച ആചരണം സൗജന്യമായി, ഈശോയുടെ രക്ഷ. നമ്മൾ ഒരു പൈസയും മുടക്കിയിട്ടില്ല. സൗജന്യമായി നൽകുന്നത് സ്വീകരിക്കാതെ കാശ് കൊടുത്തുള്ള കാര്യങ്ങൾക്ക് പോകുന്നു. ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇനി മൂന്നാമതൊരു ചിന്ത ഇതാണ്. അപ്പോൾ ചില ആളുകൾ അഭിഷേകം മതി. എന്നിട്ട് പത്രോസ്ലീഹ മുക്കുവനാണ്. പത്രോസ്ലീഹ ഈ ദൈവം തിരഞ്ഞെടുത്തു. ഒരു അറിവില്ലാത്ത, ഒന്നും അറിയാൻ പാടില്ലാത്ത മത്സ്യത്തൊഴിലാളി ഈശോ തിരഞ്ഞെടുത്തു. പക്ഷെ മത്സ്യത്തൊഴിലാളി ഈശോയുടെ കൂടെ 3 വർഷം നടന്ന് കാര്യങ്ങൾ പഠിച്ചു. കാര്യങ്ങൾ പഠിക്കണം, അറിവ് വേണം, അറിവും അഭിഷേകവും വേണം. ഏതെങ്കിലും ഒരു ധ്യാനം കൂടി എനിക്ക് അഭിഷേകം മാത്രം മതി, ഒരു വക ദൈവശാസ്ത്രം പഠിക്കാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്നവൻ, അവൻ അറിവില്ല. നിങ്ങൾ അത് പോയിട്ട് അത് ചെയ്യണം, ഇവിടെ പോയിട്ട് ഇത് ചെയ്യണം എന്ന് പറയുന്നവന് എന്ത് ദൈവശാസ്ത്രം അറിയാം? തിയോളജി പഠിച്ചിട്ടുള്ള ഞങ്ങൾക്ക് പോലും ഈശോയെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. 10, 13 വർഷം, 16 വർഷമാണ് ഞാൻ പഠിച്ചത്. എന്നിട്ടും എനിക്ക് ഈശോയെ 100% മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഒന്നും പഠിച്ചിട്ടില്ലാത്ത നമുക്ക് എന്തറിയാം? അപ്പോൾ പത്രോസ്ലീഹായെ തരം താഴ്ത്തിയൊന്നും പറയരുത്. അതായത് ചില ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നത്, മുക്ക് പാവപ്പെട്ടവനെയൊക്കെയല്ലേ തിരഞ്ഞെടുത്തതെന്ന്. അവർ ഈശോയുടെ കൂടെ നടന്നു. ഇനിയും പൗലോസ്ലീഹ പറയുന്നുണ്ട്, പൗലോസ്ലീഹായ്ക്ക് ദൈവം വെളിപാട് വഴി കൊടുത്തതാണ്. പക്ഷെ പൗലോസ്ലീഹായുടെ അറിവ് വളരെ വലുതാണ്. അത് അപ്പോസ്തല നടപടി പുസ്തകം 21-ാം അധ്യായം 37-ാം വാക്യത്തിൽ ഇങ്ങനെ പറയാണ്, നിനക്ക് ഗ്രീക്ക് ഭാഷ അറിയാമല്ലേ? പൗലോസിനോട് ചോദിക്കുകയാണ്, നിനക്ക് ഗ്രീക്ക് ഭാഷ അറിയാമല്ലേ? ഗ്രീക്ക് ഭാഷ ഞങ്ങൾ അച്ഛന്മാർ പഠിക്കുക ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ഭാഷയാണ് ഗ്രീക്ക് ഭാഷ. ഇനി 22-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ ഹെബ്രായ ഭാഷയിൽ അവൻ തങ്ങളെ അഭിസംബോധന ചെയ്തത് കേട്ടപ്പോൾ അവർ കൂടുതൽ ശാന്തരായി. ഹെബ്രായ ഭാഷയിൽ സംസാരിച്ചു. ഗ്രീക്കിലും ഹീബ്രുവിലുള്ള പരിജ്ഞാനം, അങ്ങനെയുള്ള പരിജ്ഞാനിയായിട്ടുള്ള ഒരു സാവുളിനെയാണ് ഈശോ തെരഞ്ഞെടുത്തത്. അറിവ്, എന്നിട്ട് അഭിഷേകം കൊടുത്തു. അറിവ് വേണം. കത്തോലിക്ക സഭയെക്കുറിച്ച് പഠിക്കണം, ബൈബിള് പഠിക്കണം. നീ കാറ്റഗിസം നിർത്തിയിട്ട് നീ എന്താണ് പഠിച്ചിട്ടുള്ളത്? പിന്നെ എന്താ പഠിച്ചിട്ടുള്ളത്? എന്തറിയാം നിനക്ക്? ഈശോയുടെ മരണത്തെക്കുറിച്ച്, അതിൻ്റെ വിലയെക്കുറിച്ച് നിനക്ക് അറിയാമോ? നീ ഇത് നിസാരമാക്കുന്ന നിനക്ക് അറിവില്ലാത്തത് കൊണ്ടല്ലേ? അത് സമ്മതിച്ചതാ. എനിക്കറിയില്ല കർത്താവേ, എനിക്കറിയില്ല കർത്താവേ, അങ്ങനെ നമ്മൾ പറയണം. ഇനി അപ്പൊ അറിവില്ലാത്തത് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അറിവുണ്ടെങ്കിൽ അറിവുള്ള ഒരാള് ഈ ചെറിയ കാര്യങ്ങൾ നേർച്ച നേരുമോ? ദൈവം നമുക്കൊരു നേർച്ച പോലെ ഈശോയെ തന്നു. എന്നിട്ട് ആ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്നല്ലേ നമ്മൾ നേരേണ്ടത്? നമ്മൾ തേരുന്ന നേർച്ചകൾ എന്തൊക്കെയാ? ഒന്ന് പറയാം. തലമുടി അടിച്ചോളാം, അത് പോയി തൊട്ടിൽ കെട്ടിക്കോളാം, ഞാൻ ചരട് കൊണ്ട് കെട്ടിക്കോളാം, താഴിട്ട് പൂട്ടിക്കോളാം, ഇതൊക്കെയാണ് നമ്മൾ തേരുന്ന നേർച്ച. മുട്ടിന് നിരങ്ങിക്കോളാം, ഇതൊക്കെയാണ് നമ്മുടെ നേർച്ച. പക്ഷെ ഈശോയെ, ഞാൻ എല്ലാ ഞായറാഴ്ചയും ആദ്യവസാനം കുർബാനയിൽ പങ്കെടുത്തോളാം, നേർന്നിട്ടുണ്ടോ എന്നെങ്കിലും? ഞാൻ എല്ലാ മാസവും കുമ്പസാരിച്ചോളാം എന്നെങ്കിലും നേർന്നിട്ടുണ്ടോ? എൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ കുർബാന സ്വീകരിച്ച് എല്ലാ ദിവസവും വീട്ടിലേക്ക് വരും. അപ്പോൾ എൻ്റെ ഈശോയെ വീട്ടിൽ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. ഇന്ന് മകള് നാളെ അപ്പം പോകാം, നാളെ അമ്മ പോവും. അങ്ങനെ മാറി മാറി ഓരോ ദിവസവും ഒരാൾ പള്ളി പോയിരുന്നെങ്കിൽ അങ്ങനെ നേർന്നോ? അപ്പൊ നമ്മുടെ നേർച്ചകൾ എന്താണ്? നമ്മൾ നേരുന്നത് എന്താണ്? ദൈവം തനിക്കുള്ള സമ്പത്ത് ഈശോയെ നമുക്ക് ഇന്നാ പിടിച്ചോ മക്കളെ എന്ന് പറഞ്ഞ് തന്നിട്ട് നമ്മൾ ഈശോയുടെ ഈ മരണത്തിന് വേണ്ടി, ഈശോയുടെ ഈ രക്ഷയെ ആരാധിക്കുന്നൊരു കാര്യം ചെയ്യാതെ വേറെ നമുക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അറിവുകേടാണ്, അറിവുകേട്. അറിവും വേണം, അഭിഷേകവും വേണം. ഇനി ചില ആളുകൾ ചിന്തിക്കുന്നൊരു കാര്യമാണ്, നമ്മൾ ഈശോ ഇങ്ങനെ മരിച്ചിങ്ങനെ നിൽക്കുകയാണ്, ഈശോ മരിച്ച് നിൽക്കുക. എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നത് ഞാൻ പരിഹാരമൊക്കെ ചെയ്തു. ആളുകൾ പറയാണ്, കുമ്പസാരിക്കാനൊക്കെ വരുമ്പോൾ, ഞാൻ കുമ്പസാരിച്ചിട്ട് 1 മാസമായി, ഞാൻ അച്ഛൻ തന്ന പ്രായച്ചിത്തം നിറവേറ്റി. പ്രായച്ചിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപപരിഹാര. ഞാൻ ചോദിക്കട്ടെ, ഈശോ കുരിശിൽ മരിച്ചിങ്ങനെ നിൽക്കുക, അതിനപ്പുറം നമുക്കൊരു പരിഹാരം ചെയ്യാൻ പറ്റുമോ? ഇനി ഈശോയുടെ കുരിശ് മരണത്തെക്കാൾ കുറഞ്ഞൊരു പരിഹാരം ചെയ്താൽ, ഈശോ നമ്മുടെ പാപം പോക്കിയത് ഈശോയുടെ കുരിശ് മരണം വഴിയാ.
എന്നിട്ട് ഈശോയുടെ കുരിശ് മരണത്തെക്കാൾ വളരെ വില കുറഞ്ഞൊരു പരിഹാരം നമ്മൾ ചെയ്താൽ നമ്മുടെ പാപം പോകുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോ പരിഹാരം എന്താ? പരിഹാരമല്ലാതെ ഈശോയോട് മുട്ടി നിൽക്കാനായിട്ടുള്ളൊരു വഴിയാണ്. നിങ്ങളിപ്പോൾ ഇന്ന് പള്ളി വന്നിരിക്കുന്നത്, തീർത്ഥാടനം നടത്തുന്നത്, ഞായറാഴ്ച പള്ളി പോകുന്നത്, കുമ്പസാരിക്കുന്നത്, കുർബാന സ്വീകരിക്കുന്നത്, ഈശോയോട് ഒട്ടി നിൽക്കുക. അപ്പോൾ പരിഹാരം ചെയ്ത് നിൽക്കുന്ന ഈശോയുടെ അഭിഷേകം നമ്മിലേക്ക് വരും. മുട്ടി നിൽക്കുക, പോയെങ്ങനെ മുട്ടി നിൽക്കുക? യോഹന്നാൻ ശ്ലീഹ വക്ഷസി ചാരി നിന്നില്ലേ? അതുപോലെ മുട്ടി നിൽക്കുക. അതാണ് ദൈവം കാണിച്ച് നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ആ യേശുക്രിസ്തുവിൻ്റെ പരിഹാരത്തോട് ചേർന്ന് നിൽക്കുക, കുരിശുമരണത്തെ ചേർത്ത് വയ്ക്കുക. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മറിയം ചെയ്തത് അത് തന്നെയാണ്. മറിയത്തിൻ്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ മറിയം കുരിശിൻ്റെ വഴിയിലൂടെ ഈശോയോട് ചേർന്ന് 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 നടന്നു. എന്നിട്ട് കുരിശിൻ്റെ ചുവട്ടിൽ ഈശോയുടെ മരണത്തെ ആരാധിച്ചു. എന്നിട്ട് ഈശോയുടെ മുറിവേറ്റ ശരീരം മടിയിലേക്ക് സ്വീകരിച്ചു. ടച്ച് ചെയ്ത് നിൽക്കുന്നത് കണ്ടോ? മറിയം ടച്ച് ചെയ്ത് നിൽക്കുന്നത് കണ്ടോ? നിങ്ങൾ ഈശോയെ ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടോ? ഇതല്ല ഈശോ ആഗ്രഹിക്കുന്നത്. ഈശോയെ ടച്ച് ചെയ്ത് നിൽക്കാതെ മറ്റു പല കാര്യങ്ങളിലും ടച്ച് ചെയ്ത് പോകുന്നത് ശരിയാണോ? ധ്യാനിക്കുക. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഏതനിൽ കാണാത്ത കനിയേ, കാൽവരി ചോട്ടിലന്നമ്മ കൈക്കൊണ്ട സ്വർഗീയ നിധിയേ. പരിശുദ്ധമ്മ സ്വീകരിച്ച നിധിയാണ് യേശുക്രിസ്തു. യേശുവേ, ഞങ്ങൾക്ക് ഇത് നിധി പോലെ സ്വീകരിക്കുവാൻ, ഈശോയുടെ മരണത്തെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കണം. ഒന്ന് നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നിട്ട് നമുക്ക് ഈ കുർബാന സമയം ഒന്ന് കരമൊന്ന് ഉയർത്തി ഒരു നിമിഷം കർത്താവിനൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന. നമുക്ക് വേണ്ടി ദൈവം ഈശോയെ പാപമാക്കി കുരിശിൽ മരിക്കാൻ വിട്ടുകൊടുത്തു. നമ്മളത് ആചരിക്കുകയാണ്. എൻ്റെ ഈശോയെ, എനിക്കിത് പലപ്പോഴും മനസ്സിലായിട്ടില്ല. ഈശോയെ, ഇതെനിക്ക് മനസ്സിലാക്കി തരണമേ. എനിക്ക് അറിവും വേണം, അഭിഷേകവും വേണം. എനിക്ക് അറിവും വേണം, അഭിഷേകവും വേണം. കരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നീ ദൈവത്തെ ആരാധിച്ചാൽ നിനക്ക് രക്ഷയുണ്ട്. നിനക്ക് രക്ഷപ്പെടാനുള്ള കുറുക്ക് വഴി ഈശോയുടെ മരണത്തെ ആരാധിക്കലാണ്. കുമ്പസാരിക്കുമ്പോഴും കുർബാന സ്വീകരിക്കുമ്പോഴും പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോഴും നീ ഈശോയുടെ കുരിശ് മരണത്തെ ആരാധിക്കുകയാണ്. ദൈവം കാണിച്ച സ്നേഹത്തെ നീ വിലമതിക്കുകയാണ്. അതുകൊണ്ട് ഈശോയുടെ മരണത്തെ ആരാധിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, 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 യേശുവേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. നാഥാ സമർപ്പിക്കുന്നു എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. കർത്താവേ, അപ്പം ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഞങ്ങളെ അങ്ങ് കൈക്കൊള്ളണമേ. നീ കൈക്കൊള്ളണേ എന്നെ, നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. വീഞ്ഞിനെ പോലെ മാറ്റണമേ. നാഥാനി മാറ്റണമേ എന്നെ, നീ മാറ്റണമേ, പൂർണ്ണമായി മാറ്റണമേ, അങ്ങേയായി മാറ്റണമേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാണിക്കകൾ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്താൽ
പ്രകാശിതമായ ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃകയാൽ അങ്ങയുടേതായവായ എപ്പോഴും അന്വേഷിക്കുവാനും സംരക്ഷിക്കുവാനും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നി അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി. അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങ് മണിമകനാ നിറഞ്ഞുമതും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റും ധന്യരുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക്
ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം അങ്ങ് വീണ്ടും വരുമ്പോഴേ അങ്ങേ മരണങ്ങൾ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്നും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായ രാജമെത്രാനോടും ദൈവിക ഗണത്തോടും ചേർന്ന് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക്
പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടേ, ഞങ്ങൾ സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.